എക്സാലോജിക്കിന്റെ അഴിമതി കേസിൽ അല്ലെങ്കിൽ വഴിവിട്ട രീതിയിൽ പണം സ്വീകരിച്ച കേസിൽ കുറ്റപത്രം SFIO കുറ്റപത്രം വീണ വിജയനെതിരെ സമർപ്പിക്കുമ്പോൾ നമ്മൾ മറ്റ് ചില കാര്യങ്ങൾ കൂടി ഒന്ന് സംസാരിക്കേണ്ടതുണ്ട്. ഈ ഒരു വിഷയം പൊന്തി വരാതിരിക്കാൻ വേണ്ടി പിണറായിയും കുടുംബവും അല്ലെങ്കിൽ വീണ വിജയനും ഒക്കെ പരിശ്രമിച്ച ഒരു പരിശ്രമം ഒരു വല്ലാത്തൊരു പരിശ്രമമായിരുന്നു. പക്ഷേ ഷോൺ ജോർജിന്റെ ഇടപെടലാണ് സത്യത്തിൽ അതെല്ലാം തകിടം മറിച്ച് കളഞ്ഞത്. എന്തൊക്കെയായിരുന്നു ഇത് ആദ്യം കുത്തിപ്പൊക്കി കൊണ്ടുവന്നത്? ഇത് കുത്തിപ്പൊക്കിയത് മറ്റു പലരാണെന്നുണ്ടെങ്കിലും വലിയൊരു വിവാദമാക്കി കൊണ്ടുവന്നത് മാത്യു കൊഴുന്താടനാണ്. അതിനാദ്യം മാത്യു കൊഴുന്താടനെ ഒതുക്കാൻ നോക്കി. മാത്യു കൊഴുന്താടന്റെ വീട് ഇരിക്കുന്ന ഭാഗത്ത് മണ്ണിട്ട് നികത്തി, അനധികൃതമായി മണ്ണിട്ട് നികത്തി എന്ന് പറഞ്ഞിട്ട് വലിയൊരു വിവാദം ഉണ്ടാക്കി. എന്നിട്ട് അവിടെ ഒരു ബിൽഡിംഗ് അനധികൃത നിർമ്മാണം നടത്തി എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു വിവാദം ഉണ്ടാക്കി. അതിനെ മാത്യു കൊഴുന്താടൻ പ്രതിരോധിച്ച് അങ്ങനെ നമ്മൾ കണ്ടു. അയാള് ഒരു ക്യാമറമാനെ കൊണ്ടുവന്ന് ഡ്രോൺ വീഡിയോ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ദേ ഇവിടെയായിരുന്നു എന്റെ കാർ ഇട്ടിരുന്നത്, എന്റെ മിറ്റം ഇതായിരുന്നു. പഴയ ഫോട്ടോയും കാണിച്ചു, മുമ്പത്തെ മിറ്റവും വണ്ടി കിടക്കുന്നതുമായിട്ടുള്ള വലിയ ഫോട്ടോ കാണിച്ചു തന്നിട്ട് ഇത്രയും ഉണ്ടായിരുന്ന എന്റെ വീടിന്റെ മിറ്റം ഇപ്പൊ ഈ റോഡ് വീതി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വിട്ടുകൊടുത്തപ്പോൾ ഇത്രയായി ചുരുങ്ങി. അപ്പൊ എനിക്ക് എന്റെ വണ്ടി ഇടണമല്ലോ. പിന്നെ നേരെ ഡ്രോൺ ബാഗിലേക്ക് കൊണ്ടുവന്നത് ഇവിടെ ഞാൻ എന്റെ വണ്ടി ഇടാൻ വേണ്ടി ഇത്രയും ഒന്ന് മണ്ണിട്ടു. ഇതിലെന്താണ് തെറ്റ്? ഒരു തെറ്റുമില്ലാന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. ഇത് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങളും മറ്റു കാര്യങ്ങളും പറയുമ്പോൾ അത് പത്രമാധ്യമങ്ങളിലൂടെയും യൂട്യൂബ് ചാനലുകളുടെയും മറ്റ് ചാനലുകളുടെയും പൊലിപ്പിച്ചാണ് ജനങ്ങൾ അറിയുക. ഇതിന്റെ വാസ്തവം എന്താണെന്ന് ജനങ്ങൾ അറിയാറില്ല. പക്ഷെ മാത്യു കൊഴുന്താടൻ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനമെല്ലാം റെക്കോർഡ് ചെയ്ത് ലൈവായിട്ട് അവിടെ നിന്ന് സംസാരിക്കുകയും ചെയ്തു. അതിന് പുറമെ ഈ വീഡിയോകൾ റെക്കോർഡ് ചെയ്ത് അങ്ങോട്ട് ഇട്ടു കൊടുത്തു. ഇതാണ് ഞാൻ നടത്തിയ അനധികൃത നിർമ്മാണം, മറ്റു കാര്യങ്ങൾ. അതോടുകൂടി അത് ചീറ്റി. പിന്നെ അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയതിനെ കുറിച്ചായിരുന്നു. അത് അവരുടെ പഴയ അടുക്കള, അതായത് ഒരു സെപ്പറേറ്റ് റൂമായിരിക്കും പണ്ടത്തെ കാലത്ത് അടുക്കള എന്ന് പറയുന്നത്. അത് ആ സെപ്പറേറ്റ് ബിൽഡിംഗ് പൊളിഞ്ഞു ചാടിയപ്പോൾ അതിന്റെ തറ അവിടെ നിർത്തിയിട്ട് ആ തറയുടെ മുകളിൽ മറ്റൊരു പടവും നടത്തി. അതായത് തറ വിസ്താരം മറ്റു കാര്യങ്ങൾ കൂട്ടിയിട്ടില്ല. അപ്പൊ അതും തെളിഞ്ഞു, പരിശോധനയിൽ അതും തെളിഞ്ഞു. അതോട് ചീറ്റിപ്പോയി. പിന്നെ എന്നാലും വിടൂലല്ലോ, കാര്യം SFIO ഇങ്ങനെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് വീണ്ടും ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് അടുത്തത് മാധ്യമങ്ങളുടെ ശ്രദ്ധ മാറണം. കേസിന്റെ വഴിക്ക് പോട്ടെ, അത് കൈക്കൂലി കൊടുത്താലും കോഴ കൊടുത്താലും ഇനി അതല്ലെങ്കിൽ സെറ്റിൽ ചെയ്താലും ഇനി അല്ലെങ്കിൽ ശിക്ഷ ഏറ്റുവാങ്ങിയാലും അത് അതിന്റെ വഴിക്ക് പോകും. ജനം അറിയരുത്, അതാണ് ഇവിടുത്തെ ഒരു വിഷയം. അങ്ങനെ ജനം അറിയാതിരിക്കാൻ വേണ്ടി അടുത്ത പണി നേരെ ചിന്നക്കനാലിലേക്കാണ് കൊടുത്തത്. അവിടെ പറഞ്ഞ എന്താണ്, കുറെ ഭൂമി, സർക്കാർ ഭൂമി കയ്യേറി, പിന്നെ റോഡ് വെട്ടി, പിന്നെ അവിടെ മതില് പടുത്തു. ഇങ്ങനെയൊക്കെ ആയിരുന്നു. അവിടെ മാത്യു കൊഴുന്താടൻ എന്താ കാണിച്ചത്? നേരെ പത്രക്കാരെ മുഴുവൻ വിളിച്ചുകൊണ്ട് പോയി സെയിം അവിടെ ഡ്രോൺ വീഡിയോ കൊണ്ടുപോയിട്ട് പണ്ടെന്നോ കെട്ടിയിട്ടുള്ള, അതായത് മാത്യു കൊഴുന്താടൻ വാങ്ങുന്നതിന് മുമ്പ് തന്നെ അവിടെ റോഡ് പണിയുമ്പോൾ അതിന്റെ സൈഡ് ഇടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി കെട്ടിയിട്ടുള്ള മതിലല്ല, പടവ്, കരിങ്കല്ല് പടവ്, നമ്മുടെ സൈഡിൽ സപ്പോർട്ട്, ഇടിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന സപ്പോർട്ട്, അത് ഇടിഞ്ഞു വീണത് തിരികെ കെട്ടി ഒന്ന് സപ്പോർട്ട് ചെയ്തു. അത് വളരെ വ്യക്തമായി അവിടെ കാണാം. അത് മാത്യു ചെയ്തല്ല എന്നറിയാം. പിന്നെ സർക്കാർ ഭൂമി കയ്യേറിയത്, അത് ഈ ചരിഞ്ഞ പ്രദേശങ്ങളിൽ വിരിവ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അപ്പൊ അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു ഭൂമിയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ നമ്മൾ അളക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 1 ഏക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇടിച്ച് താഴ്ത്തി ലെവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഭൂമി നഷ്ടപ്പെടും, കുറയും. അപ്പൊ അതിന്റെ നഷ്ടപ്പെടുന്ന ഭാഗത്തെയാണ് വിരിവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിൽ ഈ വിരിവ് കണക്കാക്കിയാണ് സ്ഥലം കണക്ക് കൂട്ടുന്നത്. അപ്പൊ ആ വിരിവിനെ അളന്നിട്ടാണ് ഭൂമി കയ്യേറിയുന്നത്. അതും ചീറ്റിപ്പോയി. ആ കേസുകളെല്ലാം ചീറ്റിപ്പോയി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വീണ്ടും അടുത്ത പടി നോക്കുന്ന സമയത്താണ് ഷോൺ ജോർജ് വരുന്നത്. ഷോൺ ജോർജ് വന്നിട്ട് ഒന്നുമില്ല, നേരിട്ടുള്ള പണി. SFIക്ക് വേണ്ട പരാതി, അത് കേസ്, വഴക്ക്, അതങ്ങനെ നേർക്ക് നേരെയുള്ള കേസ്. അതോടുകൂടി കിളി പാറി എന്ന് പറയാമല്ലോ. അങ്ങനെയാണ് ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നത്. പിന്നെ SFI അന്വേഷിച്ചു, CMRനെ കുടഞ്ഞു, ശശിധരൻ കർത്തയെ പിടിച്ച് കുടഞ്ഞു, ഒരു ഓഫീസ് റെയ്ഡ് നടത്തി. അതൊക്കെ ഒത്തിരി കാര്യങ്ങൾ കണ്ടതാണ്. അപ്പോഴും നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസും അതല്ലെങ്കിൽ വീണ വിജയനും ഒക്കെ പറഞ്ഞുകൊണ്ട് നമുക്കതറിയില്ല. ആ PV താനല്ല എന്ന് പോലും നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു. PV എന്ന് പറയുന്നത് വേറെ ആരെങ്കിലും ഉദ്ദേശിച്ചിട്ടായിരിക്കും. PVയുടെ മകൾ വീണ വിജയൻ എവിടെയെങ്കിലും ഒരു പരാമർശം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ആ പറഞ്ഞത് ഗുരുതരമായ ഒരു വീഴ്ചയാണ്. പക്ഷെ എങ്കിലും PV സ്വതന്ത്രമായി നിൽക്കുകയാണെങ്കിൽ ഒരു പക്ഷേ PV താനല്ല എന്ന് പറഞ്ഞ് തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ മാത്യു കൊഴുന്താടൻ അതിനെ പൊളിച്ചടുക്കിക്കൊണ്ട് പിന്നീട് വാർത്താ സമ്മേളനത്തിൽ പലതും പറയുന്നത് കേട്ടു. ഏതായാലും എക്സാലോജിക്കിന് ഇന്ന് ഈ സമയത്ത് SFIO കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ, ഒരു കുറ്റക്കാരാണ് എന്ന് കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ പുതിയ ചില വിവാദങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. വിവാദം എന്ന് പറയാക്കൂല, കാരണം നമ്മുടെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ മകളുമായി ചേർന്നുള്ള
ഒരു കേസാണ്. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഭാര്യയുമാണ്. അതായത് ഒരു മന്ത്രിയുടെ, മുഖ്യമന്ത്രിയുടെ മകളുമാണ്, മറ്റൊരു മന്ത്രിയുടെ ഭാര്യയുമാണ്. അവരെ പ്രതി ചേർത്തിട്ടാണ് കുറ്റപത്രം വന്നിട്ടുള്ളത്. ഈ സ്ഥാനത്ത് ഇപ്പൊ CPM-ന്റെ തന്നെ ആൾക്കാരായതുകൊണ്ട്, ഭരണകക്ഷിയുടെ ആൾക്കാരായതുകൊണ്ട് വലിയ വിവാദം ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അതിന് ചില കാരണങ്ങളുണ്ട്. ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇവിടെ വീണ വിജയന്റെ കേസിൽ 2,70,00,000 കണക്കേ ഉള്ളൂ. പക്ഷെ 12 കോടിയുടെ മറ്റൊരു കണക്ക് എനിക്ക് വരാനുണ്ട്. അത് ഈ വീഡിയോയ്ക്ക് ശേഷം വരുന്ന മറ്റൊരു വീഡിയോയിൽ ഞാനത് പറയും. 12 കോടി അതുപോലെയുള്ള കോടികൾ മറ്റു ചിലരൊക്കെ അവിടെ നിന്നും ഇവിടെ നിന്നും പറ്റിച്ചെടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഈ 2,70,00,000 ഈ UDF നേതൃത്വം അത്ര ഇങ്ങോട്ട് പ്രഷർ ചെയ്യാത്തത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അതും കൂടി ഒന്ന് പൂർത്തിയാകുമ്പോഴേ ഇതാകുള്ളൂ. പക്ഷെ അതത്ര ഉണ്ടെന്ന് വെച്ചിട്ട് നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. മുഖ്യധാര മാധ്യമങ്ങൾ ഒരുപക്ഷെ പറയില്ല. അവർക്കും പൊളിറ്റിക്സ് ഉണ്ട്, അവർക്കും ചായ്വുകളുണ്ട്. ഏതായാലും പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേന്ദ്ര കമ്പനി മന്ത്രാലയം അനുമതി നൽകിയെന്നാണ് വാർത്ത പറയുന്നത്. വാർത്തയിൽ CMRL എക്സാലോജിക് ഇടപാടിൽ ക്രമക്കേട് നടന്നെന്ന SFIയുടെ അന്വേഷണ റിപ്പോർട്ടിലാണ് അനുമതി നൽകിയത്. 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ഗുരുതര വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ കുറ്റപത്രത്തിലുള്ളത്. അപ്പൊ നമുക്ക് പറയാം, കുറ്റം തെളിയിക്കപ്പെട്ടാൽ മാത്രമേ ശിക്ഷ കുറ്റവാളിയാകുന്നുള്ളൂ എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ അതെല്ലാവർക്കും ബാധകമാകണം. കുറ്റം തെളിയിക്കപ്പെട്ടിട്ടേ ആകാൻ പാടുള്ളൂ. ഇപ്പോ ഒരു പ്രമാദമായ ഒരു കേസിൽ അതിലെ മുഖ്യപ്രതി, ആ പ്രതിക്ക് മുൻകൂർ ജാമ്യം കൊടുത്തു. ആ കേസിനെ കുറിച്ച് സംസാരിച്ച ഒരു യൂട്യൂബറെ വീട് കയറി അറസ്റ്റ് ചെയ്ത് ഒരു ദിവസം കസ്റ്റഡിയിൽ വെച്ചു, ഒരു ദിവസം ജയിലിലും അടച്ചു. ജയിലിൽ അടയ്ക്കാൻ വേണ്ടി ഈ സർക്കാർ, ഈ പിണറായി സർക്കാർ കാണിച്ചു കൂട്ടിയ നാടകം ഭയങ്കര. ഇല്ലാത്തൊരു വകുപ്പ് കയറ്റി വെച്ചിട്ട് കോടതി മാറ്റിക്കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് റിമാൻഡ് ചെയ്യുമ്പോൾ അത് അവിടെ റിമാൻഡ് ചെയ്യാൻ പാടില്ല, ബെയിൽ കൊടുക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ അടുത്ത കോടതിയിലേക്ക് അത് എത്തുമ്പോൾ സമയം വൈകിയതുകൊണ്ട് പിറ്റേന്ന് എടുക്കാൻ പറ്റൂ. ഒരു ദിവസം ഇത് അറസ്റ്റ് ചെയ്ത് പോയത് വ്യാഴാഴ്ചയും ജയിലിലാക്കിയത് വെള്ളിയാഴ്ചയും ആയപ്പോൾ ശനിയും ഞായറും കഴിഞ്ഞ് തിങ്കളാഴ്ച ഇറങ്ങുമെന്നാണ് ഇവറ്റകൾ വിചാരിച്ചിരുന്നത്. പക്ഷെ ശനിയാഴ്ച ആള് ജയിലിൽ നിന്ന് ഇറങ്ങി. അപ്പൊ ഇത്തരത്തിൽ കുൽസിത പ്രവൃത്തി നടത്തി, അതായത് ഗുരുതരമായ കുറ്റകൃത്യം നടത്തി എന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തിക്ക് മുൻകൂർ ജാമ്യമുണ്ട്, അറസ്റ്റില്ല. പക്ഷെ അതേക്കുറിച്ച് പറഞ്ഞവനെ ഒരു ദിവസം ജയിലിലിട്ടു. ആ നാടാണിത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നാട്ടിൽ ഈ 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന, അതായത് 6 മാസം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കേസിൽ വകുപ്പിട്ടതിനാണ് അയാളെ പിടിച്ചകത്തിട്ടത്. ബെയിലബിൾ ഒഫൻസ് ആണ്. അതിനാണ് ഒരു ദിവസം ജയിലിലിട്ടത്. പക്ഷെ ഇവിടെ 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഗുരുതര വകുപ്പുകൾ വെച്ചുകൊണ്ട് കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഈ സർക്കാർ എന്ത് നടപടിയാണ് എടുക്കുന്നതെന്ന് കണ്ടറിയണം. കാരണം മുഖ്യമന്ത്രിയുടെ മകളാണ്, മറ്റൊരു മന്ത്രിയുടെ ഭാര്യയാണ്. അതുകൊണ്ട് തന്നെ ഈ സർക്കാർ മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, ഒരു കടലാസ കമ്പനി ഉണ്ടാക്കി, ആ കടലാസ കമ്പനിയിലൂടെ കോഴപ്പണം ട്രാൻസ്ഫർ ചെയ്യാനോ മറ്റോ, അല്ലെങ്കിൽ എന്തിനാണ് ഇത്തരത്തിലൊരു കമ്പനി ഉണ്ടാക്കേണ്ട ആവശ്യം? കൊടുക്കാത്ത സേവനത്തിന് പണം കൈപ്പറ്റിയെന്നാണ് കുറ്റപത്രം വന്നേക്കണേ. കൊടുക്കാത്ത സേവനം കൊടുക്കാതെ 2,70,00,000 രൂപ വാങ്ങി. SFI ചൂണ്ടിക്കാണിക്കുന്നത് CMRL നിന്നും ശശിധരൻ കർത്തയും ഭാര്യയും ഡയറക്ടർമാരായ എംപവർ ഇന്ത്യ എന്ന കമ്പനിയിൽ നിന്നാണ് പണം കൈപ്പറ്റിയത് ഈ 2.7 കോടി രൂപ വീണ വിജയൻ. ഇതാണ് പറയുന്നത്. കമ്പനികാര്യ ചട്ടം 447 വകുപ്പുകൾ പ്രകാരം പ്രതികൾക്കെതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ട്. വീണ ഉൾപ്പെടെയുള്ളവർക്ക് സമൻസ് അയക്കും, മറ്റുള്ളവർക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇത് 2024 ജനുവരിയിൽ തുടങ്ങിയ അന്വേഷണം. അന്നാണ് SFIO ശശിധരൻ കർത്തന്റെ ഓഫീസിലും മറ്റിടങ്ങളിലും ഒക്കെ കയറുന്നത്. മാധ്യമങ്ങൾ വലിയ വാർത്തകൾ ചെയ്ത ആ ചിത്രങ്ങൾ ഇപ്പോഴും ആണ് കുറച്ചുപേരെ ഇങ്ങനെ നടന്നു പോകുന്നത്. യൂണിഫോം ഇല്ലാത്ത കുറച്ച് ഉദ്യോഗസ്ഥരെ പേടിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവും മറ്റ് ശശിധരൻ കർത്തയും CMRലും ഒക്കെ വിറച്ച ദിവസങ്ങളാണ്. ഏതായാലും ആരൊക്കെയോ തുടങ്ങി വെച്ചു. മാറ്റക്കുഴനാടൻ നല്ലവണ്ണം വെടി പൊട്ടിച്ചതിന് ശേഷം അവസാനം ഇത് എവിടെയും എത്തുന്നില്ല, ഇത് ഒതുങ്ങും എന്ന് കണ്ടപ്പോൾ ഷോൺ ജോർജ് നേരെ നിയമ നടപടിയിലേക്ക് കടന്നപ്പോൾ അത് ഇപ്പോ മുഖ്യമന്ത്രിയുടെ മകളുടെ, അതല്ലെങ്കിൽ മറ്റൊരു മന്ത്രിയുടെ ഭാര്യയുടെ പേരുള്ള കുറ്റപത്രത്തിലേക്ക് എത്തിച്ചേർന്ന് നിൽക്കുമ്പോൾ എന്താണ് ഈ സർക്കാരിന് ഈ അവസാന വേള, സർക്കാരിന്റെ അവസാന വേളയിൽ, ഈ സർക്കാരും അവസാനിക്കാൻ പോകണല്ലോ, അടുത്ത സർക്കാർ ഇലക്ഷൻ വരാൻ പോകുന്നു, പറയാനുള്ളത് എന്ന് നോക്കിയിരിക്കാം. കാണാം, എന്തെങ്കിലുമൊക്കെ ന്യായം പറയുമായിരിക്കും, അല്ലെങ്കിൽ കുറ്റം തെളിഞ്ഞിട്ടില്ലല്ലോ, ആരോപണം മാത്രമേ ഉള്ളൂ എന്ന് ഒരു പക്ഷെ പറയുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് എല്ലാവർക്കും ബാധകമാക്കണ്ടേ? Different angles. Don't forget to subscribe and support this channel.